നിറച്ചാർത്തായി തെന്നിലാപുരം കുന്നേക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ വേലയാഘോഷം. പുലർച്ചെ ക്ഷേത്രാചാരങ്ങളോടെ ഉത്സവത്തിന് തുടക്കമായി. പഞ്ചവാദ്യത്തിനു ശേഷം വെളിച്ചപ്പാട് ഭഗവതിയുടെ വാളും ചിലമ്പും നൃത്തവാദ്യത്തോടെ ആലങ്കോട് ചിറുമ്പ ഭഗവതി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു. പായസപൂജയ്ക്ക് ശേഷം ചിറുമ്പക്കാവിൽ നിന്ന് വാളും ചിലമ്പും കുന്നേക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. പൂജയ്ക്ക് ശേഷം വാള്, ചിലമ്പ്, നൃത്തവാദ്യം, മേളം, ആന എന്നിവയോടെ മൂലസ്ഥാനമായ കൂട്ടാലിയിലേക്ക് എഴുന്നള്ളത്ത് നടത്തി. തിടംപുറക്കി പൂജയ്ക്ക് ശേഷം ഈടുവെടി മുഴക്കി. ചീനിക്കോട് കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് താമ്പോലം ആരംഭിച്ച് ഉത്സവപ്പറമ്പിലെ കമ്പക്കാലിങ്കിലെത്തി. ശിങ്കാരിമേളവുമുണ്ടായിരുന്നു. കൂട്ടാലിയിൽ നിന്ന് ചിറുമ്പക്കാവിലേക്കും തിരിച്ച് ആൽത്തറ ഗണപതി മന്നിലേക്കും ഭഗവതി എഴുന്നള്ളി. പഞ്ചവാദ്യം, നൃത്തവാദ്യം എന്നിവയോടെ ഗണപതി മന്നിൽ നിന്ന് ആനപ്പന്തലിലേക്ക് എഴുന്നള്ളത്തണിനിരുന്നു. താമ്പോലവും നൃത്തവും ഉണ്ടായിരുന്നു. ചിറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളത്ത് ശിവക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. ആനപ്പന്തലിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് പാണ്ടിമേളത്തോടെ 5 ആനകളുടെ എഴുന്നള്ളത്ത് പുറപ്പെട്ടു. പുതുപ്പള്ളി കേശവൻ തിടമ്പേറ്റി. കിഴക്കേത്തറ, പടിഞ്ഞാറേത്തറ വിഭാഗങ്ങളുടെ വെടിക്കെട്ടിന് ശേഷം മന്നുപന്തലിൽ തായമ്പക, കളിക്കണ്ടത്തിൽ എഴുവിട്ടം കളി, വള്ളിയെറുക്കൽ എന്നിവയുമുണ്ടായിരുന്നു. പഞ്ചവാദ്യത്തോടെ ഗ്രാമത്തിൽ എഴുന്നള്ളത്താരംഭിച്ചു. കൂട്ടാലിയിൽ കളമെഴുത്തുപാട്ട്, കമ്പം കത്തിക്കൽ, വെടിക്കെട്ട്, തേര്, വാള്, ചിലമ്പ്, നൃത്തവാദ്യം, പാണ്ടിമേളം, ആന എന്നിവയോടെ എഴുന്നള്ളത്ത് കാവ് കയറി. UTV ന്യൂസ്, പാലക്കാട്.